കടമറ്റത്ത് കത്തനാർ ഭാഗം 3. ആ നരഭോജികൾ തന്നെയും തോളിലേറ്റിക്കൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ചെമ്മാശന് ഊഹിക്കുവാൻ കഴിഞ്ഞില്ല. വഴിനീളെ പേടിപ്പെടുത്തുന്ന കാട്ടുമൃഗങ്ങളുടെ അമറലും രാത്രി പക്ഷികളുടെ വിചിത്രമായ മൂളലും കുറുനരികളുടെ ഓരിയിടലും കേൾക്കാമായിരുന്നു. കാട്ടുമിരാണ്ടികൾ പരസ്പരമൊന്നും സംസാരിച്ചില്ല. മലയരയന്റെ വിശ്വസ്ത സേവകൻ മുമ്പേയും ചെമ്മാശനെ തോളിലേറ്റിക്കൊണ്ട് നരഭോജികൾ പിൻപേയുമാണ് നടന്നിരുന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ മലയരയന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്? അവർക്കിട്ടെ ഉത്തരവ് വാങ്ങി ഉന്നെ പച്ചയ്ക്ക് കടിച്ച് തീങ്കറുതുക്ക്. അത് ഇപ്പോൾ വേണമെങ്കിലും ആവാമല്ലോ. അതുകൂടാതെ യജമാ ചൊല്ലുറ മാതിരി അനുസരിച്ചിരിക്കേന്ന് നാങ്ക സത്യം ചെഞ്ചിരുக்கிறേം. അപ്പോൾ നിങ്ങൾ സത്യം പാലിക്കുന്നവരാണോ? ചെമ്മാശൻ തന്റെ സംശയം അവരോട് ചോദിച്ചു. സത്യവും മണ്ണാങ്കട്ടേന്ന് എങ്ങൾക്ക് കിടയാത്. പിന്നെ നിങ്ങൾ മലയരയനെ അനുസരിക്കുന്നത് എന്തിനാണ്? അതുവാ അവർ എങ്ങൾക്ക് ഉയര് തന്നവർ. അവരോടെ വാക്കെ തട്ടീന നാങ്ക വീണ്ടും നരകത്തുക്ക് പോയിടുമേ. നരകമോ? അതെവിടെയാണ്? ചെമ്മാശൻ ചോദിച്ചു. അങ്ങ് പാതാളത്തില്. പാതാളത്തിലോ? ഒരു കാലത്തില് നാങ്ക വേതാള രാശാവോടെ അടിമകളായിരുന്നേ. അവര് ഭദ്രമാ വെച്ചിരുന്ന മന്ത്രങ്ങളെല്ലാം തിരുടിയെടുത്ത് ഒരു മന്ത്രവാദിക്ക് നാങ്ക കൊടുത്തേ. എന്നിട്ട് അത് തിരിഞ്ഞ് കോപിച്ച വേതാള രാജാവ് എങ്ങളെ എലുമ്പുകൂടാക്കി പാതാളത്തിൽ തള്ളിവിട്ടാര്. പിന്നെയോ? ചെമ്മാശന്റെ ആകാംക്ഷ വർദ്ധിച്ചു. അങ്ങിരുന്ന് എങ്ങളെ കാപ്പാത്തി ഇപ്പടിയാക്കി വരുതാൻ ഇന്ത് കാട്ടുക്ക് രാസാവ്. ഓഹോ, അങ്ങനെയാണോ? അവരുടെ കഥ കേട്ടപ്പോൾ ചെമ്മാശന് ആശ്ചര്യം തോന്നി. പേസാമേ, ശീഘ്രം നടന്നു വാങ്ങണ വേതാളങ്ങളാ. നേതാവിന്റെ കൽപ്പന കേട്ട് നിശബ്ദരായ നരഭോജികൾ വേഗത്തിൽ നടന്നു. വേതാളം, പാതാളം, മന്ത്രം, തന്ത്രം, ഇവർ പറഞ്ഞതൊക്കെ വാസ്തവമായിരിക്കുമോ? ചെമ്മാശന് സംശയം തോന്നി. സത്യമാണെങ്കിൽ ഇവരുടെ യജമാനനായ മലയരയൻ എത്രമാത്രം ഭീകരനായിരിക്കാം? ക്രൂരന്മാരായ ഇവരെ അടിമകളാക്കി തൻ്റെ വരുതിയിൽ നിർത്തിയിരിക്കുന്ന അയാൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരനായ ദുർമന്ത്രവാദിയായിരിക്കാം. ഇനിയുള്ള കാലം താൻ എന്തൊക്കെയാണോ അനുഭവിക്കേണ്ടി വരുന്നത്? ചെമ്മാശന്റെ മനസ്സാകെ അങ്കലാപ്പിലായി. ഇത്രയും സമയം തന്നെയും വഹിച്ചുകൊണ്ട് കാട്ടുപാതയിൽ കൂടി സഞ്ചരിച്ചിരുന്ന കാട്ടുവാസികൾ താഴേക്ക് ഇറങ്ങുന്നതായി ചെമ്മാശന് തോന്നി. ഒരു ഭാഗത്ത് തല തിരിച്ചു വെച്ച് അദ്ദേഹം അവിടം സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചു. സർവത്ര ഇരുട്ടായിരുന്നു. എങ്കിലും അവർ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗുഹയിലേക്കാണെന്ന് ചെമ്മാശന് ഊഹിക്കുവാൻ കഴിഞ്ഞു. കുറച്ചുകൂടി ദൂരം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ചെറിയൊരു പ്രകാശം കാണാൻ തുടങ്ങി. അതോടൊപ്പം ഭയങ്കരമായ ദുർഗന്ധവും. ഗുഹയുടെ മധ്യഭാഗത്തെത്തിയപ്പോൾ അവിടമാകെ നല്ലതുപോലെ പ്രകാശം ഉണ്ടായിരുന്നു. കുത്തി നിർത്തിയ പന്തങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണയ്ക്ക് പകരം മൃഗങ്ങളുടെ കൊഴുപ്പായിരുന്നതിനാലാകാം വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെട്ടത്. വിശാലമായ ആ ഗുഹയ്ക്കുള്ളിൽ ഒരു ഭാഗത്ത് ഉയരമുള്ള ഒരു കല്ലിൽ ഒരു ബലിഷ്ഠകായൻ ഗാംഭീര്യത്തോടെ ആസനസ്ഥനായിരിക്കുന്നു. മേൽപോട്ട് പിരിച്ചു വെച്ച കപ്പട മീശ, നരച്ചിറങ്ങിയ താടിയും മുടിയും, കഴുത്തിൽ 4-5 കല്ലുമാലകൾ, അവയിൽ കോർത്തിടപ്പെട്ട പുലിനഖങ്ങൾ, കയ്യിലാകെ ഒരു വടി. കണ്ടാൽ ഏതോ ദുർമന്ത്രവാദി പോലെ തോന്നും. പാദങ്ങളിൽ തടിച്ചുരുണ്ട ഇരുമ്പു തളകൾ ഉണ്ടായിരുന്നു. കാട്ടുമിരാണ്ടികളുടെ തോളിൽ ഇരുന്നു കൊണ്ട് അവരുടെ തലവന്റെ ഏകദേശ രൂപം ചെമ്മാശൻ മനസ്സിൽ കുറിച്ചു. അടേ മുട്ടാളങ്ങളാ, അന്താളെ കീഴിറക്ക്, മൂപ്പൻ കൽപ്പിച്ചു. തൻ്റെ മുമ്പിൽ വിനയപൂർവ്വം നിന്ന ചെമ്മാശനെ മലയരയൻ ആപാദചൂടം ഒന്ന് നോക്കി. ചെമ്മാശൻ വളരെ വിനയത്തോടെ മലയരയനെ നോക്കി ശിരസ് കുനിച്ചു. എന്തോ മനസ്സിലാക്കിയിട്ടെന്നതുപോലെ ഒന്നിരുത്തി മൂളിയിട്ട് കാട്ടുമൂപ്പൻ ചെമ്മാശനോട് ചോദിച്ചു. യാരോപ്പ നീ ഇന്ത മലങ്കാട്ടുക്കുള്ളേ എതുക്കു വന്നേ? എങ്ങളെ ഒറ്റിക്കൊടുക്കാവാ ഇല്ലേ ഏതാവത് തിരുട്ടിയിട്ട് പോകുവാ? ചൊല്ലുറന്ന് സത്യമായിരിക്കണം. പോയി ചൊന്നാൽ ഇങ്ങിരുന്ന് ഉശിരോടെ പോക വിടമാട്ടേ. മലയരയന്റെ ചോദ്യത്തിനുത്തരമായി ചെമ്മാശൻ തൻ്റെ കഥ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. ചെമ്മാശന്റെ കഥ കേട്ട് എന്തോ ഗാഢമായി ചിന്തിച്ചതിനു ശേഷം കാട്ടരയൻ പറഞ്ഞു. രാത്രി രൊമ്പ നേരമായിരിക്ക്. ഇപ്പോൾ ഇവള് പോതും. ബാക്കി കാര്യമെല്ലാം നാളേക്ക് പാർത്തുക്കലാം.
അത് കേട്ടപ്പോൾ പൗലോസ് ചെമ്മാച്ചന് ആശ്വാസം തോന്നി. ഇയാൾ താൻ വിചാരിച്ചിരുന്നത്ര ഭീകരനായ മന്ത്രവാദിയൊന്നുമല്ല. സ്വർഗസ്ഥനായ തമ്പുരാന് സ്തുതി ചൊല്ലിയ ചെമ്മാച്ചൻ മലയരയനെ നോക്കി നന്ദി പുരസരം പുഞ്ചിരിച്ചു. അപ്പോൾ ആയുധധാരികളായ ചില നരഭോജികൾ അവിടെ പാഞ്ഞെത്തി കാട്ടുമൂപ്പനോട് ചോദിച്ചു, ஏசமா இதுக்கு சாப்பாடு ஒன்றுமே தரப்படாலே, இந்த மனுஷ பூச்சியை நாங்கள் பங்கு போட்டு தின்னுக்கிட்டோமா? சீ முட்டாளங்களா, என் முன்னாலே வம்பு செய்யுங்க, எல்லாத்தையும் சுட்டு കൊന്നിടുവേൻ. കാട്ടുമൂപ്പന്റെ വിരട്ടൽ കേട്ട് അവർ പേടിച്ചു പോയി. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാൻ മടിക്കാത്തവനാണ് തങ്ങളുടെ യജമാനെന്ന് അവർക്കറിയാം. മന്ദി കൊടുക്ക ഏസ്മാ, തെരിയാതെ സൊന്നേ. അവർ മലയരയനോട് ക്ഷമ ചോദിച്ചു. എല്ലാവരും ഓടിപ്പോയിടുക ശീഘ്രം, മൂപ്പൻ ആജ്ഞാപിച്ചു. അടുത്ത ക്ഷണത്തിൽ അവർ അപ്രത്യക്ഷരായി. മലയരയൻ ശാന്തനായി നടന്ന് പൗലോസ് ചെമ്മാച്ചന്റെ അടുത്തെത്തി. എന്നിട്ട് അദ്ദേഹം സ്നേഹപൂർവ്വം ചോദിച്ചു, ரொம்பவும் കഷ്ടപ്പെട്ടിയാ? പശി എടുക്കുതാ? ആമാ, ഉൻ പേര് എന്നാണ് ചൊന്നേ? പൗലോസ് ചെമ്മാച്ചൻ. ശരി, വാ, വന്ന് ഏതാവത് സാപ്പിട്. കവലപ്പെടാതെ, എല്ലാം ശരിയായിടും. സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയത്തിന് ഉടമയായ അവരുടെ തലവനെ നമിച്ചിട്ട് ചെമ്മാച്ചൻ ആകാശത്തേക്ക് കരങ്ങളുയർത്തി ദൈവം തമ്പുരാന് നന്ദി പറഞ്ഞു. ചെമ്മാച്ചന്റെ പ്രവൃത്തികൾ കൗതുകപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരുന്ന മലയരയൻ അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി സമാശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, പൗലോ, നീ കവലപ്പെടാതെ, സത്യമുള്ളവന് ആപത്ത് വരാത്. അങ്ങെ പോയി നിമ്മതിയാ പടുത്തു തൂങ്ങിക്കോ, നാളെ എല്ലാം ശരിയായിടും. മൂപ്പൻ വിരൽ ചൂണ്ടിക്കാട്ടിയ ഭാഗത്തേക്ക് ചെമ്മാച്ചൻ നടന്നു. മകനെ നില്ല്. മൂപ്പന്റെ മനസ്സ് തുറന്നുള്ള ആ വിളി കേട്ട് ചെമ്മാച്ചൻ കോരിത്തരിച്ചുപോയി. നല്ല മനസ്സുകളിൽ നിന്ന് മാത്രം വെളിപ്പെടാറുള്ള മധുര സ്വാന്തനമൂറുന്ന വിളി. ചെമ്മാച്ചൻ പെട്ടെന്ന് തന്നെ തൻ്റെ വലിയ കത്തനാനെക്കുറിച്ച് ഓർത്തു. തനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം വാത്സല്യത്തോടെ തന്നെ മകനെ എന്ന് സംബോധന ചെയ്തിരുന്നത് ആ വലിയ മനുഷ്യൻ മാത്രമാണ്. ഇപ്പോഴിതാ ഈ കൊടും കാട്ടിൽ കൊടും ക്രൂരനെന്ന് താൻ തെറ്റിദ്ധരിച്ചിരുന്ന മലയരനും തന്നെ മകനെ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. സന്തോഷത്താൽ ചെമ്മാച്ചന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കാട്ടുമൂപ്പന്റെ സമക്ഷത്തിൽ കൈകൂപ്പി നിന്നു. ചെമ്മാച്ചന്റെ കൈകളിൽ പിടിച്ച് സമാധാനിപ്പിച്ചിട്ട് മലയരയൻ പറഞ്ഞു, പൗലോ, இந்த ഏലസ് കഴുത്തിൽ കെട്ടിക്കോ. ഇങ്ങയുള്ള വങ്ക രൊമ്പം പൊല്ലാവതാങ്ക. ഇതേ കഴുത്തിലെ കെട്ടിക്കിട്ടായ ആരും ഉന്നെ ഒന്നും ചെയ്യ മുടിയാത്. മന്ത്രച്ചരടിൽ കോർത്തിണക്കിയ ഒരു മുത്തുമാല നീട്ടിക്കൊണ്ട് മലയരയൻ പറഞ്ഞു. ഭവ്യതയോടെ അത് വാങ്ങിയ ചെമ്മാച്ചൻ അത് തൻ്റെ കഴുത്തിലണിഞ്ഞു. ശരി, ഇനി പോയി പടുത്തിക്കോ, മലങ്കാളി ഉന്നെ കാപ്പാത്തിക്കുവേ. ചെമ്മാച്ചൻ ഉറങ്ങുവാൻ കിടക്കുന്നതുവരെ എന്തെല്ലാമോ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് മലയരയൻ എന്തോ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടെന്നതുപോലെ ശാന്തനായി തൻ്റെ കിടപ്പറയിലേക്ക് നടന്നു. സുഖമുള്ളതായിരുന്നു. പേക്കിനാക്കളോ അശുഭചിന്തകളോ മനസ്സിനെ മതിക്കാത്ത ശുഭരാത്രി. ദിവസങ്ങൾക്ക് ശേഷമുള്ള സ്വസ്ഥമായ ഉറക്കത്തിൻ്റെ പരമാനന്ദം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. പാറക്കെട്ടുകളുടെ വിടവിലൂടെ അരിച്ചിറങ്ങിയ സൂര്യപ്രകാശം ചെമ്മാച്ചൻ്റെ ശയനമുറിയിലും വെളിച്ചമേകി. കൂടാതെ പക്ഷികളുടെ കളകളാരവവും കാടിൻ്റെ ശാന്തതയും ഉറക്കമുണർന്ന ചെമ്മാച്ചന് ഉണർവും ഉന്മേഷവും അനുഭവപ്പെട്ടു. അദ്ദേഹം ദൈവം തമ്പുരാന് നന്ദി പറഞ്ഞു. വലിയ കത്തനാരുടെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ധ്യാനിച്ചു. അടുത്തുണ്ടായിരുന്ന മൺകലത്തിൽ വച്ചിരുന്ന കുളിർ ജലമെടുത്ത് അദ്ദേഹം കണ്ണും മുഖവും കഴുകി ശുദ്ധി വരുത്തി. അപ്പോൾ അവിടെ എത്തിയ ഒരു കിങ്കരൻ മൂപ്പൻ അന്വേഷിക്കുന്നതായി ചെമ്മാച്ചനെ അറിയിച്ചു. അവനോടൊപ്പം നടന്ന ചെമ്മാച്ചൻ തൻ്റെ ഇരിപ്പിടത്തിൽ ഗാംഭീര്യത്തോടെ ഉപവിഷ്ടനായിരുന്ന മലയരയൻ്റെ മുമ്പിലെത്തി അദ്ദേഹത്തെ ആദരപൂർവ്വം വന്ദിച്ചു. മൂപ്പൻ്റെ മുഖത്ത് കാണപ്പെട്ട പ്രസന്നഭാവം ചെമ്മാച്ചനെ സന്തോഷിപ്പിച്ചു. മറ്റുള്ളവർ പറയുന്നതെല്ലാം വിശ്വസിച്ച് ഒരാളെക്കുറിച്ച് മോശമായ ധാരണയിൽ എത്തിച്ചേരുന്നത് പമ്പര വിഡിത്തമാണെന്ന് ചെമ്മാച്ചൻ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കി. നല്ലവനായ ഈ കാട്ടുമൂപ്പനെക്കുറിച്ച് താൻ എന്തൊക്കെയാ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നത്? അദ്ദേഹം കാട്ടുമിരാണ്ടിയോ നരഭോജിയോ ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ തന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാരുണ്യവാനാണ്, പളുങ്കുപോലെ പരിശുദ്ധമായ ഹൃദയമുള്ളവനാണ്. മകനെ പൗലോ, നീ എന്ന ആലോചിക്കറേ? ഒരു ചെറു പുഞ്ചിരിയോടെ കാട്ടുമൂപ്പൻ ചോദിച്ചു.
ഒന്നുമില്ല മൂപ്പ, ഞാൻ പൗലോസ് ചെമ്മാച്ചന് തൻ്റെ മനോഗതം അറിയിക്കുവാൻ വാക്കുകൾ കിട്ടിയില്ല. പുരീത് ഇന്ത മുട്ടാൾ മൂപ്പനുക്ക് ഇപ്പടിയും ഒരു മനസ്സുണ്ടാ എന്ന് താനേ നീ ആലോചിച്ചേ. തൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ മൂപ്പൻ്റെ ചോദ്യം കേട്ട് പൗലോസ് ചെമ്മാച്ചൻ വിഷണനായി നിന്നു. ഭയപ്പെടാതെ, എല്ലാവരുടെയും മനസ്സ് കണ്ടറിയ കൂടിയ തിറയെ മലയാളനെ കൊണ്ട് നീ സത്യമുള്ളവൻ താനെന്ന് നോറ്റയ്ക്ക് ഞാൻ പുരിഞ്ഞുകിട്ടേൻ. മുഖത്തെ പുഞ്ചിരി മായാതെ മലയരയൻ പറഞ്ഞു. എന്നോട് പൊറുക്കണം. ചെമ്മാച്ചൻ മൂപ്പനോട് ക്ഷമ പറഞ്ഞു. മകനെ പൗലോ, ഇന്ത മൂപ്പനുക്ക സ്വന്തമെന്ന് ആരുമേ ഇല്ലേ. എല്ലാ ഭാഗ്യവും തന്ന മലങ്കാളി ഒരു മകനെ മട്ടും എനക്ക് തരല്ലേ. ഒരു വേള നീ എനിക്ക് മകനായി വരുവായെന്ന് കാളിക്ക് തെരിയുമാക്കും. ഇതുവരെ ഇங்கே വന്നവരെ யாருமே ഉശിരോടെ തിരുമ്പി പോനതില്ലേ. ഇங்கே ഉള്ളവങ്ങളെല്ലാം വിവരമില്ലാത്ത മുട്ടാളുങ്ക. அவங்க മര്യാദയ്ക്ക് നിർത്തണമെന്നാ. സത്യം മട്ടും പോരാതു, മന്ദിര തന്തിരമെല്ലാം അറിഞ്ഞിരിക്കണം. അതെല്ലാം ഉനക്ക് ഞാൻ ചൊല്ലിത്തറേൻ. എന്നോட മകനാ ഇന്ത കാട്ടുക്ക് രാജാവാ നീ ഇരിപ്പിയാ. മലയരേൻ്റെ ചോദ്യത്തിന് എന്തുത്തരമാണ് നൽകേണ്ടതെന്നറിയാതെ ചെമ്മാച്ചൻ പകച്ചു നിന്നുപോയി. പൗലോ, എൻ പേശാമ നിക്കറേ. എന്നെ ഉനക്ക് നമ്പിക്കയില്ലയാ. ഞാനൊരു കെട്ടവനെന്ന് നീ നിനക്കറിയാ. രണ്ടുമല്ല മൂപ്പ, അനാഥനായിരുന്ന എനിക്ക് ഒരു ജീവിതം നൽകിയ വലിയ കത്തനാരെക്കുറിച്ച് ഓർക്കുമ്പോൾ കവല വേണ്ടേ. അവനും ഞാനും ഉനക്ക് അപ്പാവുങ്ക മാതിരി മന്ത്രവിദ്യകൾ പഠിക്കാതെ ഇങ്ങിരുന്നു പോനാൽ ഇന്ത കാട്ടുമിരാണ്ടികൾ ഉന്നെ പച്ചയോടെ തിന്നിടുവാങ്ക. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. മലയറിയൻ പറയുന്നത് സത്യമാണെന്നറിയാവുന്ന ചെമ്മാച്ചൻ അവിടെ പാർക്കുവാൻ തീരുമാനിച്ചു. മലങ്കാളി, നീ എനക്കൊരു അരുമ മകനെ തന്നായി. വണക്കം തായേ, വണക്കം. മലയറിയൻ കൈകൾ കൂപ്പി. ചില പരീക്ഷണങ്ങളിൽ കൂടി പൗലോസ് ചെമ്മാച്ചൻ അപൂർവ ശക്തിയുള്ളവനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്ന് മലയരയൻ തീരുമാനിച്ചു. അതിനായി ചില പദ്ധതികളും അയാൾ ആവിഷ്കരിച്ചു. അപാര ശക്തികളില്ലാത്തവനെ കാട്ടുമിരാണ്ടികൾ ഭയപ്പെടുകയില്ല. ചെമ്മാച്ചൻ മന്ത്രതന്ത്രസിദ്ധികൾ കൈവരിക്കുന്നതുവരെ അപ്രകാരം ഒരു നാടകം ആടിയില്ലെങ്കിൽ വിവരദോഷികളായ നരഭോജികൾ പൗലോസിനെ പിടികൂടി ഭക്ഷിക്കുവാൻ മടിക്കുകയില്ല. തൻ്റെ അനുചരന്മാരെയെല്ലാം വിളിച്ചുകൂട്ടിയ മൂപ്പൻ അവരോടായി പറഞ്ഞു. പുതിശായി വന്നിരിക്കറ പൗല നമ്മ മകനെ പോലെ. അവൻ ചൊല്ലുറതെല്ലാം നീ ഇങ്ക അനുസരിക്കണം. അവനോட ശക്തി എപ്പടിപ്പെട്ടതെന്ന് ഉങ്ക കൺമുന്നാലെ നാങ്ക കാട്ടിത്തരുകറേം. ഒന്നാമതായി അവൻ മുതലച്ചുഴിയിൽ കുളിപ്പാൻ. രണ്ടാമതായി അവൻ തീക്കുണ്ടത്തിലിറങ്ങി നടപ്പാൻ. മൂന്നാമതായി അവൻ കാട്ടുകഴുകനുക്ക് ആഹാരം കൊടുപ്പാൻ. അടയപ്പാ, ഇവ്വളവ് ശക്തിയുള്ളവരാ നമ്മ ചിന്നവർ. കേട്ടു നിന്നിരുന്ന കാട്ടുമിരാണ്ടികൾ അന്തം വിട്ടുപോയി. മൂപ്പനോടൊപ്പം ചേർന്ന് എല്ലാവരും കൂടി മുതലച്ചുഴിയുടെ കരയിലെത്തിച്ചേർന്നു. ചെറുതും വലുതുമായ അനേകം മുതലകൾ ആ ചുഴിയിൽ കിടന്ന് ഇളകി മറിയുന്നു. പലതരത്തിലുള്ള കാട്ടുമൃഗങ്ങളുടെ അസ്ഥികുടങ്ങൾ ആ ചുഴിയുടെ പല ഭാഗങ്ങളിലായി കുന്നുകൂടി കിടക്കുന്നു. വെള്ളം കുടിക്കുന്നതിനായി എത്തിയിരുന്ന ഒരു മൃഗത്തെ പോലും അവിടെ ഉണ്ടായിരുന്ന മുതലകൾ ജീവനോടെ വിടുകയില്ലായിരുന്നു. തക്കം കിട്ടുമ്പോഴെല്ലാം കരയ്ക്ക് കയറി വന്നും അവ കാട്ടുവാസികളെയും മൃഗങ്ങളെയും കടിച്ചിഴച്ച് ജലാശയ ചുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പപ്പാ, എവ്വള് മുതലങ്കേ. മരണച്ചുഴിയിലിറങ്ങി നമ്മ ചിന്നവർ കുളിപ്പാരാ. കൂടി നിന്നിരുന്ന കാട്ടുവാസികൾ ഭീതിയോടെ പരസ്പരം പറഞ്ഞു. മകനെ പൗലോ, ഉനക്ക് ഭയമായിരിക്കാ? മൂപ്പൻ ചെമ്മാച്ചനോട് ചോദിച്ചു. ഇല്ല മൂപ്പ, എന്തിനാണ് ഭയപ്പെടുന്നത്? എല്ലാം ദൈവനിശ്ചയമാണ്, അനുസരിച്ചേ മതിയാവൂ. ആഹാ, നീ സത്യമാന ദൈവവിശ്വാസി. ഉന്ന മാതിരിയുള്ളവരെ ദൈവം കണ്ടിപ്പാ കാത്തിടുവാരു. ചെമ്മാശന്റെ ദൈവവിശ്വാസത്തിൽ കാട്ടുമൂപ്പന് അഭിമാനം തോന്നി. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്തു കൊള്ളാം. പൗലോസ് ചെമ്മാച്ചൻ കാട്ടുമൂപ്പനോട് പറഞ്ഞു. പൗലോ, ഉന്നോടെ വിശ്വാസം പാഴാകാതു. ഇന്ത മുതലച്ചുഴിയിലിറങ്ങി നീ കുളിക്കണം. ഇന്ത ഏമാളിങ്ക ഉന്നോടെ നിറമ കണ്ട് ഭയപ്പെടണം. അങ്ങയുടെ കൽപ്പന ശിരസ വഹിച്ചുകൊള്ളുന്നു. ചുഴിയിലിറങ്ങി കുളിക്കുവാൻ താൻ സന്നദ്ധനാണെന്ന് ചെമ്മാച്ചൻ അറിയിച്ചു. പാരുങ്കടാ മുണ്ടങ്കളാ, എന്നോட മകനോടെ ധൈര്യത്തെ പാത്തീങ്കളാ. അവനെ എങ്ക മലങ്കാളി കാത്തുക്കുവാ. മുട്ടുകുത്തി നിന്ന് കൈകൾ കൂപ്പിയ ചെമ്മാച്ചൻ ദൈവത്തെ സ്തുതിച്ചു. വലിയ കത്തനാരെ മനസ്സിൽ ധ്യാനിച്ചു. കാട്ടുമൂപ്പന്റെ പാദങ്ങളിൽ തൊട്ട് വണങ്ങി അനുഗ്രഹം നേടി.
എന്നിട്ട് കൂസലെന്നെ പൗലോസ് ചെമ്മാശൻ മുതല ചുഴയിലേക്ക് പതിയെ ഇറങ്ങി. കാട്ടുവാസികളുടെ ഹൃദയമിടിപ്പുകൾ നിമിഷം പ്രതി വർദ്ധിക്കുകയായിരുന്നു. കാട്ടുമൂപ്പന്റെ മുഖത്ത് അഭിമാനവും നേർത്ത പുഞ്ചിരിയും നിറഞ്ഞു നിന്നു. ചുഴിക്കരികിലെത്തിയ ചെമ്മാശൻ ഒരിക്കൽ കൂടി ആകാശത്ത് വാഴുന്ന ദൈവം തമ്പുരാനെ വന്ദിച്ചിട്ട് മുതലച്ചുഴിയിൽ ഒന്ന് മുങ്ങി. മുക്രയിട്ടുകൊണ്ട് മുതലകൾ ചെമ്മാശനു ചുറ്റും വട്ടം കൂടി നിന്നു. ചെമ്മാശൻ ആ ക്രൂര ജന്തുക്കളെ മറന്നു. കരയിൽ നിന്നിരുന്ന കാഴ്ചക്കാരെ മറന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം നിറയെ സർവശക്തനായ ദൈവം തമ്പുരാന്റെ തിരുസ്വരൂപമായിരുന്നു. മടിക്കാതെ, തളരാതെ, ഭയപ്പെടാതെ അദ്ദേഹം മുതലച്ചുഴിയിൽ 3 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങി. കരയിൽ ആ അത്ഭുതകൃത്യം കണ്ടു നിന്നിരുന്നവർ ആർപ്പുവിളികൾ ഉയർത്തി ആ വിജയത്തെ ആഘോഷിച്ചു. സന്തോഷം കൊണ്ട് കാട്ടുമൂപ്പന്റെ നയനങ്ങൾ നിറഞ്ഞു തുളുമ്പി. വിജയശ്രീ ലാളിതനായ പൗലോസ് ചെമ്മാശൻ മുതലച്ചുഴിയിൽ നിന്ന് കരയ്ക്ക് കയറി വന്നു. നിറഞ്ഞ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ച കാട്ടുമൂപ്പൻ തന്റെ പുത്രനെ ആലിംഗനം ചെയ്ത് മൂർധാവിൽ ചുംബിച്ചു. എന്നിട്ട് അടുത്ത പരീക്ഷണം ആരംഭിച്ചു. ആളിപ്പടർന്ന് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കുണ്ടത്തിലേക്ക് വീണ്ടും വീണ്ടും വിറകുമുട്ടികളിട്ട് തീക്കടലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാട്ടുവാസികൾ. പരിസരം മുഴുവൻ പുകപടലത്തിൽ മൂടി നിന്നു. കനൽക്കട്ടകൾ എന്തിനേയും വിഴുങ്ങുവാനുള്ള ആവേശത്തോടെ ജ്വലിച്ചു നിന്നു. നടക്കുവാനിരിക്കുന്ന അഗ്നി പരീക്ഷണത്തെക്കുറിച്ചോർത്ത് കാട്ടുവാസികൾ അമ്പരപ്പോടെ നിൽക്കുകയാണ്. അവരിൽ ചിലർ നീണ്ട കുഴലുകളൂതി തപ്പുകൊട്ടി, മറ്റു ചിലർ കുരവയിട്ടു, ചിലർ കുഴവിളിക്കൊത്ത് കൈത്താളം പിടിച്ചു. മുതലകളുടെ വായിൽ നിന്നും രക്ഷപ്പെട്ട നാട്ടുവാസി തീയിൽപ്പെട്ട് വേകുമ്പോൾ രുചിയുള്ള അവന്റെ മാംസം മാന്തിപ്പറിച്ച് തിന്ന് ആഘോഷിക്കാനായി ആർത്തി പൂണ്ട് നിൽക്കുകയാണ് നരഭോജികൾ. കാട്ടുമൂപ്പനുമൊത്ത് പൗലോസ് ചെമ്മാശൻ അവിടെ വന്നു ചേർന്നു. മകനെ പൗലോ, ഇന്ത നെരുപ്പാഴിയിൽ ഇറങ്ങി നടക്ക ഉനക്ക് ഭയം തോന്നുന്നതാ? മൂപ്പൻ ചോദ്യം ആവർത്തിച്ചു. ഇല്ല പിതാവേ, അങ്ങ് ആജ്ഞാപിച്ചാൽ ഏതു പരീക്ഷണത്തെയും നേരിടുവാൻ ഞാൻ സന്നദ്ധനാണ്. നല്ലത്, ഇന്ത ആഴിക്ക് 3 വലം വെച്ച് മലങ്കാളിയെ മനസ്സിൽ നനച്ചുകിട്ട് ഇത് പൂവാഴിയാകുമെന്ന് നനച്ച് ധൈര്യമായി ഇറങ്ങിക്കോ. മലയരയന്റെ നിർദ്ദേശപ്രകാരം ആഴിക്ക് 3 പ്രാവശ്യം വലം വെച്ച ചെമ്മാശൻ ദൈവപുത്രനായ മിശിഹായെ കൈ തൊഴുതു പ്രാർത്ഥിച്ചു. അങ്ങകലെയുള്ള വലിയ കത്തരാരെ ഓർത്ത് കൈകൾ കൂപ്പി മൂപ്പന്റെ പാദങ്ങളിൽ തൊട്ടുവന്ദിച്ച് അനുഗ്രഹം നേടിയ അദ്ദേഹം ധൈര്യസമേതം തീപ്പുഴയിലേക്ക് ഇറങ്ങി 7 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ധ്യാനനിരതനായി സഞ്ചരിച്ചു. അങ്ങനെ 2ാമത്തെ പരീക്ഷണത്തിലും ദൈവവിശ്വാസിയായ പൗലോസ് ചെമ്മാശൻ വിജയം കൈവരിച്ചു. തീക്കടലിൽ നിന്ന് കരയ്ക്ക് കയറി വന്ന ചെമ്മാശനെ അഭിമാനപൂർവ്വം കാട്ടുമൂപ്പൻ ആലിംഗനം ചെയ്തു. തങ്ങളുടെ ചിന്നമൂപ്പന്റെ വിജയത്തിൽ ആഹ്ലാദഭരിതരായ കാട്ടുവാസികൾ ആനന്ദ നൃത്തം ചവിട്ടി അതിനെ ആഘോഷിച്ചു. ഇനി അടുത്ത പരീക്ഷണത്തിലേക്കുള്ള കാൽവെപ്പാണ് നമ്മുടെ പൗലോസ് ചെമ്മാശന്. ഹായ് കൂട്ടുകാരെ, നമ്മുടെ കടമറ്റത്ത് കത്തനാരുടെ കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകൂടാനായിട്ട് എല്ലാവരും വരണേ. വീഡിയോസ് എല്ലാം കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതുവരെ ബൈ.